എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ പാമ്പാക്കുടയിലുള്ള ഈ പള്ളി കണ്ടിട്ടുണ്ടോ? ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ദേവാലയമാണെന്നേ നമുക്ക് തോന്നൂ. പക്ഷേ ഇതിന്റെ ചുവരുകൾക്കുള്ളിൽ ഒരു കുടുംബ വഴക്കിന്റെയും അതിശയിപ്പിക്കുന്ന ഐതിഹ്യങ്ങളുടെയും ചില അത്ഭുത തിരുശേഷിപ്പുകളുടെയും ഒക്കെ ഒരു വലിയ കഥയുണ്ട്. വാ, നമുക്ക് ആ കഥയൊന്ന് കേട്ടുനോക്കാം. അല്ല, ശരിക്കും ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സാധാരണ കുറച്ച് കല്ലുകൾ, അതും പയറുമണിയുടെ ഷേപ്പിലുള്ളവ, അതെങ്ങനെയാണ് കേരളത്തിലെ ഒരു പള്ളിയിലെ ഏറ്റവും വിലപ്പെട്ട വിശുദ്ധ തിരുശേഷിപ്പുകളിലൊന്നായി മാറിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് വർഷം പിന്നോട്ടു പോകണം. അപ്പോൾ ഇതൊരു പള്ളിയുടെ മാത്രം കഥയല്ലെന്ന് മനസ്സിലായല്ലോ. ഇതൊരു കുടുംബ വഴക്കിൽ നിന്ന് തുടങ്ങിയ കഥയാണ്. ഒരു നാട് മുഴുവൻ ഒത്തുചേർന്ന് കെട്ടിപ്പൊക്കിയ ഒരിടത്തിന്റെ കഥ. പിന്നെ കേട്ടാൽ വിശ്വസിക്കാൻ തോന്നാത്ത കുറേ തിരുശേഷിപ്പുകളുടെയും. എന്തായാലും ഇതിൽ നല്ല ഡ്രാമയുണ്ട്, ഡെഡിക്കേഷനുണ്ട്, പിന്നെ ചരിത്രത്തിലെ ചില കിടുക്കൻ ട്വിസ്റ്റുകളുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. എന്തിനായിരുന്നു ശരിക്കും പാമ്പാക്കുടയിൽ പുതിയൊരു പള്ളി? അതിൻ്റെ ആവശ്യമെന്തായിരുന്നു? അപ്പോൾ നോക്കുമ്പോൾ ഈ പള്ളി വരാൻ ശരിക്കും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് വളരെ പ്രാക്ടിക്കലാണ്, സിമ്പിൾ, ദൂരം തന്നെ. പാമ്പാക്കുടയിലുള്ളവർക്ക് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണമെങ്കിൽ 5 കിലോമീറ്റർ നടക്കണം. പക്ഷേ രണ്ടാമത്തെ കാരണം അത്ര സിമ്പിളല്ല. അതൊരു കുടുംബ വഴക്കായിരുന്നു, അധികാരത്തിനു വേണ്ടിയുള്ള ഒരു തർക്കം. ഈ വഴക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആദ്യം മൽപ്പാൻ എന്ന വാക്ക് എന്താണെന്ന് അറിയണം. അതൊരു സുറിയാനി വാക്കാണ്. അതിന്റെ അർത്ഥം ഒരു വലിയ ഗുരു അല്ലെങ്കിൽ ടീച്ചർ എന്നൊക്കെയാണ്. അന്നത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഈ മൽപ്പാന്മാർക്ക് അവരുടെ പിൻഗാമിയെ സ്വയം തിരഞ്ഞെടുത്ത് നിയമിക്കാമായിരുന്നു. അതാണ് ഇവിടുത്തെ പോയിന്റ്. ഇവിടെയാണ് കഥയുടെ മെയിൻ ട്വിസ്റ്റ് വരുന്നത്. മാമലശ്ശേരി പള്ളിയിലെ കോനാട്ട് ഗീവർഗീസ് മൽപ്പാൻ ഒരു പിൻഗാമ്യ വേണം. പക്ഷെ സ്വന്തം കുടുംബത്തിൽ നിന്ന് യോഗ്യനായ ഒരാളെ അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തെന്നോ? സ്വന്തം പെങ്ങടെ മകനായ ഉണ്ണിത്താനെ ദത്തെടുത്ത് അടുത്ത മൽപ്പാനായി നിയമിച്ചു. ഇത് സ്വാഭാവികമായും സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് ഒട്ടും പിടിച്ചില്ല. അവിടെ പ്രശ്നമായി, അസൂയയായി. അവസാനം പുതിയ മൽപ്പാനായ ഏബ്രഹാം മൽപ്പാൻ തന്നെ ഒരു തീരുമാനമെടുത്തു. ഈ വഴക്ക് ഇവിടെ തീരട്ടെ, ഞാൻ തന്നെ ഇവിടം വിട്ടുപോകാം. കണ്ടോ, അങ്ങനെയാണ് ഒരു കുടുംബ വഴക്ക് ഒരു പുതിയ പള്ളിയുടെ തുടക്കത്തിന് കാരണമായത്. അങ്ങനെ ആ വഴക്കിൽ നിന്ന് ഒരു പുതിയ തുടക്കം കുറിച്ചു. ഇനി നമുക്ക് കാണേണ്ടത് ആ നാട് മുഴുവൻ ഒന്നിച്ചു ചേർന്ന് എങ്ങനെയാണ് ഈ പള്ളി പണിയുയർത്തിയത് എന്നാണ്. ഈ പള്ളിയുടെ പണി നടന്ന സ്പീഡ് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. ഒന്ന് നോക്കിക്കേ. 1824 തറക്കല്ലിട്ടു. തൊട്ടടുത്ത വർഷം 1825 തന്നെ അവിടെ ആരാധന തുടങ്ങി. എങ്ങനെയുണ്ട്? പിന്നെ വർഷങ്ങൾക്ക് ശേഷം 1865 ഇതിനെല്ലാം കാരണക്കാരനായ എബ്രഹാം മൽപ്പാൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ അവിടെ തന്നെയാണ് കബറടക്കിയത്. ഒടുവിൽ 1877 പള്ളിയുടെ വലിയ കൂദാശയും നടന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്ര വേഗത്തിൽ പണിയാൻ പൈസ എവിടുന്ന് വന്നു? ശരിയാണ്, മെത്രാപ്പോളീത്തമാരും പിന്നെ കുറച്ച് ആംഗ്ലിക്കൻ മിഷണറിമാരുമൊക്കെ പണം കൊടുത്തിരുന്നു. പക്ഷേ ഈ പള്ളിയുടെ യഥാർത്ഥ ഫൗണ്ടേഷൻ പണമല്ല, അത് ആ നാട്ടുകാരുടെ വിയർപ്പാണ്, അവരുടെ അധ്വാനമാണ്. ആ ജനങ്ങളുടെ ഡെഡിക്കേഷൻ മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം കേട്ടാൽ മതി. പള്ളി പണിയാനുള്ള വെട്ടുകല്ലില്ലേ, അതെല്ലാം ഇടവകക്കാർ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് തലച്ചുമടായി കൊണ്ടുവന്നതാണ്. ഒന്ന് ഓർത്തോക്കിക്കേ, ഇത് വെറുമൊരു ബിൽഡിംഗ് പണിയെന്ന പോലെയല്ല, അതൊരു നാടിന്റെ മുഴുവൻ സ്വപ്നമായിരുന്നു. അപ്പോൾ പള്ളി പണിതു, അതോടെ കഥ കഴിഞ്ഞോ? ഇല്ല. അടുത്ത 100 വർഷം കൊണ്ട് ഈ കെട്ടിടത്തിന് വീണ്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നു. എന്തൊക്കെയായിരുന്നു അതെന്ന് നമുക്ക് നോക്കാം. കാലം പോകുന്തോറും പള്ളിയുടെ രൂപത്തിനും മാറ്റങ്ങൾ വന്നു. 1883 മുൻവശം കുറച്ചുകൂടി ഭംഗിയാക്കി. പക്ഷെ 1900 ഒരു ഭൂകമ്പമുണ്ടായി. അതിൽ പള്ളിയുടെ കിഴക്ക് ഭാഗത്തിന് കുറച്ച് കേടുപാടുകൾ പറ്റി. അതോടെ അൾത്താരം മുഴുവനായിട്ട് പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു. ആ പണി തീർന്നപ്പോഴേക്കും 1934 ഇതിനിടയ്ക്ക് 1926 പള്ളി അതിന്റെ 100ാം വാർഷികം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയും ചെയ്തു. ആ 100ാം വാർഷികം, അതായത് 1926 ആഘോഷം ഒരു സാധാരണ പരിപാടിയായിരുന്നില്ല കേട്ടോ. അന്നത്തെ കാലത്ത് അതൊരു സംഭവമായിരുന്നു. വലിയ ഘോഷയാത്രയൊക്കെ കൂടാതെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു, മാജിക് ലാന്റേൺ ഷോ. ഇന്നത്തെ നമ്മുടെ പ്രൊജക്ടറിൻ്റെയൊക്കെ ഒരു പഴയ വേർഷൻ എന്ന് പറയാം. ആളുകൾക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. ശരി, അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് വരാം. ആ പയറുമണിയുടെ ഷേപ്പുള്ള കല്ലുകൾ, എന്താണതിൻ്റെ പിന്നിലെ രഹസ്യം? ഇനിയാണ് ഈ പള്ളിയിലെ ഏറ്റവും അത്ഭുതകരമായ തിരുശേഷിപ്പുകളുടെ കഥ വരുന്നത്. ഈ കല്ലുകളുടെ കഥ തുടങ്ങുന്നത് ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തിലാണ്. കഥ ഇങ്ങനെയാണ്. ഹേരോദസ് രാജാവിനെ പേടിച്ച് ഉണ്ണിയേശുവിനെയും കൊണ്ട് മറിയം ഈജിപ്തിലേക്ക് ഒളിച്ചോടുകയാണ്. പോകുന്ന വഴിക്ക് ഹെംസെ എന്ന പേരുള്ള ഒരുതരം പയർ വിതയ്ക്കുന്ന ഒരു കർഷകനെ കണ്ടു. മറിയം ആ കർഷകനോട് പറഞ്ഞു, ഞങ്ങളെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ ഞാൻ ഈ വിത്ത് വിതച്ചോണ്ടിരുന്നപ്പോഴാണ് അവർ കടന്നുപോയതെന്ന് പറഞ്ഞാൽ മതി.
അത്ഭുതം നടന്നത് അതിനുശേഷമാണ്. മറിയം ആ വാക്ക് പറഞ്ഞ് മുന്നോട്ട് നടന്നതും ആ വിതച്ച വിത്തുകൾ നിമിഷങ്ങൾക്കകം മുളച്ചു, വളർന്നു, വിളവെടുക്കാൻ പാകത്തിന് പയറുണ്ടായി. ആ കർഷകന് സ്വന്തം കണ്ണ് വിശ്വസിക്കാനായില്ല. അദ്ദേഹം ഉടനെ തന്നെ വിളവെടുപ്പ് തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹെറോദേസിന്റെ പടയാളികൾ അവിടെ എത്തി. അവർ ചോദിച്ചപ്പോൾ കർഷകൻ സത്യം തന്നെ പറഞ്ഞു, ഞാനിവിടെ വിത്ത് വിതയ്ക്കുമ്പോഴാണ് ഒരു സ്ത്രീയും കുഞ്ഞും ഇതുവഴി പോയത്. പക്ഷേ വിളവെടുപ്പ് നടത്തുന്ന കർഷകനെ കണ്ടപ്പോൾ പടയാളികൾ എന്തു വിചാരിച്ചു? വിതച്ച് വിളവെടുക്കാൻ മാസങ്ങളെടുക്കുമല്ലോ, അപ്പോൾ അവർ പോയിട്ട് മാസങ്ങളായി കാണും എന്ന് കരുതി. അവർ വേറെ വഴിക്ക് പോയി. അങ്ങനെ ആ കർഷകൻ പറഞ്ഞ സത്യം കൊണ്ടുതന്നെ മറിയവും ഉണ്ണിയേശുവും രക്ഷപ്പെട്ടു. ഐതിഹ്യം പറയുന്നത് ആ അത്ഭുതം നടന്ന വയലിലെ കല്ലുകൾക്കെല്ലാം പയറിന്റെ ആകൃതി കിട്ടിയെന്നാണ്. ഈ ഹെംസെ കല്ലുകൾ മാത്രമല്ലട്ടോ ഇവിടുത്തെ പ്രത്യേകത. വേറൊരു പ്രധാന തിരുശേഷിപ്പ് കൂടിയുണ്ട്: പാൽ ഗുഹയിലെ മണ്ണ്. അതിന്റെ പിന്നിലെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഉണ്ണിയേശുവിന് പാല് കൊടുക്കുന്ന സമയത്ത് മറിയത്തിന്റെ 2 തുള്ളി പാല് നിലത്ത് വീണു. അത് വീണ സ്ഥലത്ത് മണ്ണ് മുഴുവൻ വെളുത്ത നിറമായി മാറി. ആ മണ്ണാണിത്. അപ്പോ ഈ വിശുദ്ധ വസ്തുക്കളൊക്കെ എങ്ങനെ യെരുശലേമിൽ നിന്ന് പാമ്പാക്കുടയിലെത്തി? അതാണ് അടുത്ത പോയിന്റ്. ഇത് കൊണ്ടുവന്നത് മറ്റാരുമല്ല, സാക്ഷാൽ പരുമല തിരുമേനിയാണ്. 1904 അദ്ദേഹം യെരുശലേം സന്ദർശിച്ച് മടങ്ങി വന്നപ്പോൾ ഈ തിരുശേഷിപ്പുകൾ ഈ പള്ളിക്ക് സമർപ്പിക്കുകയാണ്. തീർന്നില്ല, ഇവിടുത്തെ നിധികളുടെ ലിസ്റ്റ് ഇനിയുമുണ്ട്. നമ്മളെല്ലാവരും പറയുന്ന ക്രിസ്മസ് ഫാദർ ഉണ്ടല്ലോ, സെന്റ് നിക്കോളാസ്, അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് ഇവിടെയുണ്ട്. അതുപോലെ സർപ്പനാക്ക് എന്നു പേരുള്ളൊരു സാധനമുണ്ട്. ഇത് മാൾട്ട ദ്വീപിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പുരാതന കാലത്തെ ഒരു സ്രാവിന്റെ പല്ലാണെന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പള്ളിയല്ല, ഒരു ചരിത്ര മ്യൂസിയം തന്നെയാണ്. അപ്പോ പാമ്പാക്കുട പള്ളിയുടെ ഈ കഥ കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ഒരു ചെറിയ കുടുംബവഴക്ക്, ഒരു നാടിന്റെ വിശ്വാസം, ഇതെല്ലാം ചേർന്നപ്പോ എത്ര വലിയൊരു ചരിത്രമാണുണ്ടായത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ. നമ്മുടെയൊക്കെ നാട്ടില് നമ്മളെന്നും കാണുന്ന പഴയ പള്ളികൾക്കും അമ്പലങ്ങൾക്കും സ്മാരകങ്ങൾക്കുമൊക്കെ ഇതുപോലെ എന്തെല്ലാം കഥകൾ പറയാനുണ്ടാകും, അല്ലേ?